പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഈ സംഭവത്തിൽ ഉണ്ടായേക്കും. 13 വയസ്സ് മുതൽ നിരന്തരം ചൂഷണം നേരിട്ടതായാണ് പെൺകുട്ടിയുടെ മൊഴി. 60ഓളം പേർ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പോക്സോ കേസിൽ പ്രതികളിൽ കൂടുതലും പെൺകുട്ടിയുടെ വീടുമായി അടുപ്പമുള്ളവരാണെന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ്. കായിക താരമായ പെൺകുട്ടിയെ പരിശീലകരടക്കം പീഡിപ്പിച്ചു. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് 5 പേരുടെ അറസ്റ്റിലേക്ക് എത്തിയത്. സന്നദ്ധ സംഘടനയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പെൺകുട്ടി തന്നെയാണ് അറിയിച്ചതെന്നും അഡ്വക്കേറ്റ് രാജീവ് പറഞ്ഞു. മംഗളാസമാഖ്യ എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുടെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ കാണുന്നതും കുട്ടി ഇവരോട് ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ച് ഓപ്പൺ അപ്പ് ആവണം എന്നുള്ള നിലയ്ക്കൊരു ആവശ്യമാണ് അവരോട് ഉന്നയിച്ചത്. അപ്പോൾ ആ മംഗളാസമാഖ്യയുടെ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു. അവർ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയും കുട്ടിയുടെ അമ്മയും അവിടെ CWC ഞങ്ങൾ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്താണ് കുട്ടിക്കുണ്ടായ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ ചിലരുടെയെങ്കിലും ഫോൺ നമ്പറുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ, ചില സ്ഥലങ്ങളിൽ പോയതിൻ്റെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ ആദ്യ ഇരുപത്തിൻ്റെ പറഞ്ഞു. പക്ഷേ നമുക്ക് CWCന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അത് കൗൺസിലിങ്ങിന് വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിസ്റ്റിന് തന്നെ കൈമാറുന്നത്. സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് 62 പേരുടെ പേരുൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു. അതിൽ പേരുകളുണ്ട്, അവരുടെ പ്രായത്തെ സംബന്ധിച്ച് സൂചനയുണ്ട്, എവിടെ വെച്ച് എന്തൊക്കെ എന്നുള്ള നിലയ്ക്കുള്ള വിവരണങ്ങളുണ്ട്. പക്ഷെ അതിന് ശേഷം ഈ കുട്ടിയുടെ ഈ ഫോൺ നമ്പർ, ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു. ഈ 2 റിപ്പോർട്ടും നമ്മൾ പല സ്റ്റേഷൻ പരിധികളിൽ വരുന്ന എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു മോണിറ്ററിങ് സംവിധാനം കുറെ കൂടെ സൂപ്പർവിഷൻ ഇത് കുറെ കൂടെ ഭേദപ്പെടുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ സൂപ്രണ്ട് ഓഫ് പോലീസിന് തന്നെ കൊടുക്കുന്നത്. ശശി നാരായണൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശശി, ചിലപ്പോഴൊക്കെ യാഥാർത്ഥ്യം കഥയേക്കാൾ അവിശ്വസനീയമായിരിക്കും. അതുപോലൊരു വാർത്തയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ 5 വർഷമായി പീഡനത്തിനിരയാവുന്നു. 62 പേർ പീഡിപ്പിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൽ 42 പേരുടെ വിവരങ്ങൾ ഈ കുട്ടി തന്നെ ഫോൺ നമ്പർ വഴി കൈമാറുന്നു. ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ വീടുമായി അടുപ്പമുള്ളവർ, കുടുംബവുമായി അടുപ്പമുള്ളവർ, ഈ പെൺകുട്ടിയുമായി തന്നെ പ്രത്യേകിച്ച് കായിക പരിശീലകരടക്കം അടുപ്പമുള്ളവർ, അങ്ങനെ ഒരു നിരന്തര പീഡനത്തിനിരയായ പെൺകുട്ടിയാണ് ഇപ്പോൾ വിവരങ്ങൾ തുറന്നു പറയുന്നത്. 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞല്ലോ. എന്താണ് ഈ കേസിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് പോലീസ് ആലോചിക്കുന്നത്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മളിത് ഇന്നലെ തൊട്ട് ഈ വാർത്ത ഇങ്ങനെ തുടർച്ചയായി നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് തന്നെ പല പ്രതികളിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോൺ നമ്പറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത്. അത് കൃത്യമായി 40ഓളം പേരുടെ ലിസ്റ്റുകൾ ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോൺ നമ്പറിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ പ്രതികളുടെ പ്രായവും അവരുടെ മേൽവിലാസം അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത്തരം ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ 5 പേരെയാണ് കേസുമായി ബന്ധപ്പെട്ട്, ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 5 പേരെയും അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ റാന്നി കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പ്രതി പോക്സോ കേസിലെ പ്രതിയാണ്, ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തി കൂടിയാണ്. അങ്ങനെ 5 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ കായിക താരമായ ഒരു പെൺകുട്ടിയാണ്. കായിക പരിശീലകരടക്കം, സഹപാഠികളടക്കം, കായിക സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അങ്ങനെ അച്ഛന്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ വലിയ ഒരു ചങ്ങല പോലെ നീണ്ടുപോകുന്ന പ്രതികൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകത. 13 വയസ്സിൽ തുടങ്ങിയ പീഡനം 18 വയസ്സ് പൂർത്തിയാകുന്നവരെയുള്ള സമയത്തിനിടയിൽ നടന്ന പീഡനത്തിലാണ് ഈ അത്തരം ആളുകളുടെ 64ഓളം പേരോളം
ഉള്ള പേരടങ്ങുന്ന ലിസ്റ്റ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. സന്നദ്ധ സംഘടനാ പ്രവർത്തകരോടാണ് പെൺകുട്ടി ഈ കാര്യം ആദ്യം തുറന്നു പറയുന്നത്. തുടർന്ന് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിവരം അറിയിക്കുന്നു. അങ്ങനെ ആ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയായി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഈ കേസിന്റെ ഗൗരവം, ഇതിന്റെ വലുപ്പം മനസ്സിലാക്കിക്കൊണ്ട് ഉടൻ തന്നെ ജില്ലാ പോലീസ് മേധാവി ഈ കേസ് വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറാണ് കേസിന്റെ അന്വേഷണ ചുമതല. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ട്. ജില്ലയ്ക്ക് പുറത്ത് തിരുവനന്തപുരത്തുള്ള, ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരത്തും അടക്കം ജില്ലയിലുള്ള ആളുകൾ കൂടി, പ്രതികൾ കൂടി ഈ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൂരമായ ഒരു പീഡനത്തിന് ഒരു കായിക താരമായ പെൺകുട്ടി വിധേയമായിരിക്കുന്നു. അതിന് കൃത്യമായ ഒരു ഈ വീടുകളിൽ കൊണ്ടുപോയും അതുപോലെ തന്നെ കാറുകളിൽ വെച്ചും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും പല സ്ഥലങ്ങളിൽ എത്തിച്ചുമാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത്. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. അതുകൊണ്ട് തന്നെ പോക്സോ കേസാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ പ്രതികളൊക്കെ ചിലർ നാട് വിട്ടുപോയിട്ടുണ്ട്, ചിലർ വിദേശത്താണ്, ചിലരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടക്കുന്നു. അതുകൊണ്ട് പ്രതികളെ സംബന്ധിച്ചുള്ള സൂചനകളോ വിവരങ്ങളോ പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. അത്തരമൊരു വിവരം പുറത്തു വന്നാൽ സ്വാഭാവികമായും പ്രതികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രഹസ്യ സ്വഭാവം തന്നെ പോലീസ് ഇത് സൂക്ഷിക്കുന്നു. കഴിഞ്ഞ 4 ദിവസത്തിന് മുന്നാണ് ഈ ഒരു വിവരത്തിലേക്ക്, ഈ പെൺകുട്ടി പീഡിപ്പിച്ച വിവരത്തിലേക്ക് എത്തുന്നത്. ആ വിവരം ഇന്നലെയാണ് പുറത്ത് അറിയുന്നത്. പെൺകുട്ടി തന്നെയാണ് സന്നദ്ധ പ്രവർത്തകരോട് ഇത്തരത്തിലൊരു പീഡനത്തെക്കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അത്തരത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകരാണ് പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് CWC സമീപിക്കുകയും തുടർന്ന് പോലീസിലേക്ക് എത്തുന്നതും. എന്തായാലും പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോൺ നമ്പറിലേക്കാണ് ഈ പെൺകുട്ടിയുടെ ഈ കേസിലെ പ്രതികളുടെ ഫോൺ നമ്പറുകൾ സേവ് ചെയ്ത് വെച്ചിരുന്നത്. ആ നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പോകുന്നത്. അതിൽ 40ഓളം പ്രതികൾ നൽകിയത്. തീർച്ചയായും ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ വലിയ രീതിയിൽ വികസിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഒരു പെൺകുട്ടിയെ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 5 വർഷം വീടുമായി കുടുംബവുമായി വളരെ അടുപ്പമുള്ള ആളുകൾ തുടർച്ചയായി പീഡിപ്പിക്കാനുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആരൊക്കെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്, ഈ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു പോക്സോ പീഡന കേസ് വാർത്ത കൂടി വരുന്നു. CPI നേതാവിനെതിരെയാണ് ഈ പോക്സോ കേസ്. തിരുവനന്തപുരം അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു ബാബുവിനെതിരെയാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തത്. വിഴിഞ്ഞം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഴിഞ്ഞം മുല്ലൂരിലുള്ള വീട്ടിൽ വെച്ച് വിഷ്ണു ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തിരുവല്ലത്തെ സ്വകാര്യ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയുമായ യുവതിയുടെ പരാതിയിലാണ് CPI അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. യുവതിയുടെ സഹോദരനെ ഇതേ സ്കൂളിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ പേരിൽ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് പിൻവലിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് യുവതിയും മാതാവും വിഷ്ണുവിനെ സമീപിച്ചത്. പിന്നീട് യുവതിയുടെ മാതാവുമായി വിഷ്ണു അടുപ്പത്തിലായി. വിവാഹിതനായ വിഷ്ണു ബാബു കുടുംബസമേതം മുല്ലൂരിലുള്ള യുവതിയുടെ വീട്ടിൽ പതിവായി സന്ദർശനം നടത്തിയിരുന്നു. കുടുംബാംഗത്തെ പോലെയായിരുന്നു വിഷ്ണു പെരുമാറിയിരുന്നത്. അതിനിടെ കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ യുവതിയും സഹോദരനും അമ്മയുമൊത്ത് വിഷ്ണുവിന്റെ വീട്ടിലെത്തിയാണ് സദ്യ കഴിച്ചത്. ഇതിനു പിന്നാലെ സെപ്റ്റംബർ 18-ന് വിഷ്ണു ബാബു മുല്ലൂരിലുള്ള യുവതിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമൊത്ത് മദ്യപിച്ചു. തുടർന്ന് 1-ാം നിലയിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവതിയുടെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചതായാണ് പരാതി. വിഴിഞ്ഞം പോലീസിന് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത്. അതേസമയം വിഷ്ണുവിനെതിരെ പാർട്ടി നടപടിയും ഉടനുണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഡാൻ, അമ്പലത്തറ LC സെക്രട്ടറി വിഷ്ണുവിനെതിരെയാണ് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും CPI വളരെ കാര്യമായി പെരുമാറ്റച്ചട്ടമൊക്കെ പുറത്തിറക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു ആരോപണം വരുന്നത്. പാർട്ടിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. നിയമപരമായി ഈ കേസിൽ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഗുരുതരമായ ആരോപണമാണ് വിഷ്ണു ബാബുവിനെതിരെ. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിന് പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിക്ക് ഉന്നത സ്വാധീനമുള്ളതിനാൽ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്യാനോ തുടർ നടപടികളിലേക്ക് കടക്കാനോ കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അന്വേഷണം വേണ്ടത്ര രീതിയിൽ പുരോഗമിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം കൂടി ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ വിവരം പുറത്തറിയണം എന്ന് പറഞ്ഞ് നമ്മളുടെ ഈ പുറം ലോകത്തേക്ക്
പ്രവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം പോലീസാണ് ഞാൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തിരികെ എത്താം. ശബ്ദത്തിൽ ടെലിഫോൺ ലൈനിൽ അല്പം വ്യക്തത കുറവുള്ളത് കൊണ്ടാണ്. എന്തായാലും അമ്പലത്തറ LC സെക്രട്ടറിയായ വിഷ്ണു ബാബുവിനെതിരെയാണ് ഇങ്ങനെയൊരു കേസ് വന്നിട്ടുള്ളത്. അത് പോക്സോ കേസാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തോടെയാണ് പോലീസും കാണുന്നത്. നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുക. സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അശ്ലീല പരാമർശ വീഡിയോകൾ കോടതിയിൽ ഹാജരാക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ആദ്യത്തെ ഈ ഉദ്ഘാടന വേദിയിൽ മാത്രമല്ല, തുടർന്നും ഹണി റോസിനെതിരെ നിരന്തരമായി പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നൊരു ആരോപണം ഹണി റോസ് ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളാണോ പോലീസ് ഇപ്പോൾ തേടുന്നത്? കോടതിക്ക് മുന്നിൽ അവ ഡിജിറ്റൽ തെളിവുകളായി എത്തുന്നുണ്ടോ? ശ്രീജ, ഇന്നലെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ സർക്കാരിനോട്, പോലീസിനോട് ഇതിന്റെ ഒരു റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ കൂടുതൽ തെളിവുകളും ഒപ്പം കൂടുതൽ പരാതികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതിയിൽ ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നത്. ഇത് പ്രകാരമുള്ള വകുപ്പ് ചുമത്തുന്നതിനും സെൻട്രൽ പോലീസ് ഇപ്പോൾ പരിഗണനയിലുണ്ട്. നിലവിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് BNS 75, IT ആക്ട് 67 എന്നീ വകുപ്പുകൾ മാത്രമാണ്. അപ്പോൾ ഈ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതി കൂടി പരിശോധിച്ച് കൂടുതൽ മൊഴിയെടുത്ത്, വിശദമായ മൊഴിയെടുത്ത് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ പറ്റുമോ എന്നൊരു സാധ്യത കൂടി പോലീസ് തിരയുന്നുണ്ട്. അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ യൂട്യൂബുകളിലും യൂട്യൂബ് ചാനലുകളുടെ ഇന്റർവ്യൂകളിലും ദ്വയാർത്ഥ പ്രയോഗമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞത് ഹണി റോസിനെ പരാമർശിച്ചിട്ടുള്ളതല്ല, അല്ലാതെ പോലും ഈ ഓരോ അവതാരകരോടൊക്കെ ചോദ്യത്തിനൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ശേഖരിച്ച് കൃത്യമായി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും ഈ യൂട്യൂബ് ചാനലുകളുടെ ഇന്റർവ്യൂകൾ അടക്കം ശേഖരിച്ച് സമർപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക്, ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് എത്തി നിൽക്കുന്നത്. ശ്രീജ, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇന്ന് രാവിലെ മുതൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വലിയ നാടകീയമായ സംഭവങ്ങളാണ് നടക്കുന്നത്. അവിടെ സമരം ചെയ്ത വൈദികർക്കെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണിപ്പോൾ. വിമത വിഭാഗം ബസലിക്കയുടെ മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന തീരുമാനത്തിലാണ് ഇവരുള്ളത്. 21 വൈദികരാണ് സമരം ചെയ്തത്. ഇന്ന് പുലർച്ചെ ഇവർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാവുകയായിരുന്നു. പോലീസ് ഇവിടെ ബലപ്രയോഗത്തിന് വന്നിരിക്കുകയാണ്. വൈദികരെ ദേഹത്ത് കൈ പിടിക്കുകയാണ്. എന്നെ അവര് മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അനീഷ് ജോയ് എന്ന CIയും കൂട്ടരുമൊക്കെയാണ് ഇത് ചെയ്തത്. അവരവിടെ നിന്ന് വലിച്ചഴിച്ച് പോലീസ് അതിക്രമമാണ് കാണിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, 78 വയസ്സായി, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അവരെന്നെ പിടിച്ച് വലിച്ച് ഇഴച്ചാണ് കൊണ്ടുവന്നത്. ഇവിടെ വരേക്കും പോലീസുകാർ പിടിച്ച് വലിച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് നടപടിക്കെതിരെ DGPക്കും കമ്മീഷണർക്കും പരാതി നൽകാനാണ് വൈദികർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അൽമായ മുന്നേറ്റവും വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. DGPക്കും പോലീസ് കമ്മീഷണർക്കും ഈ അച്ഛന്മാരുടെ പരാതി ഇപ്പോൾ തന്നെ പോകും. കാരണം പോലീസിന്റെ ഹരാസ്മെന്റ് ഇവിടെയുണ്ട്. സർക്കാരിന്റെ കളിയാണോ മെത്രാന്മാരുടെ കളിയാണോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ACP കൃത്യമായിട്ട് പറഞ്ഞു, ഈ സർക്കാർ എറണാകുളം അതിരൂപതയ്ക്ക് എതിരാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അത് ഇവിടെ കേട്ട ഒത്തിരി പേര് ഇവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാർ ഞങ്ങളുടെ പക്ഷത്ത്, അല്ലെങ്കിൽ ഓക്കെ ഈ സർക്കാരിന്റെ പക്ഷത്ത് ഞങ്ങളും അല്ല, ഓക്കെ. അപ്പൊ അതാണ് ബാക്കി കാര്യങ്ങൾ ലീഗലായിട്ട് തന്നെ ഞങ്ങൾ മൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എൻ്റെ പേര് ജെറി പോൾ ഞാളിയത്തുനിന്നാണ്. എൻ്റെ പെർമനന്റ് അഡ്രസ്സ് ആർച്ച് ബിഷപ്സ് ഹൗസ്, PB നമ്പർ 2580, ബ്രോഡ്വേ ഷൺമുഖം റോഡ്, എറണാകുളം, കേരള. അതാണ് ഈ പറയുന്ന ഹൗസ്. ഞാൻ ആ ഹൗസിലായിരുന്നു. എന്റെ അവിടെ നിന്ന് ഇനി ഞങ്ങളെ മാറ്റണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോടതിയുടെ ഒരു ഓർഡർ ഞങ്ങൾ കാണിച്ചു തരണം. ഇത് മത പോലീസ് പോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇന്ന് രാവിലെ 5 മണിക്ക് പോലീസുകാർ 100-150ഓളം പോലീസ് ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക്. കൃത്യമായിട്ട് നമ്പർ അറിയില്ല. ഇവര്
മുറിയിൽ വന്ന് ഞങ്ങളെ വന്ന് ഒരു ബലം പ്രയോഗിച്ച് നീക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കോർട്ട് ഓർഡർ അല്ലെങ്കിൽ വാറണ്ട് എന്തെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞ് ഓക്കെ ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. പ്ലീസ് പ്രൊഡ്യൂസ് ഇറ്റ്. ഇന്ത്യ ഗവൺമെന്റ് നിയമം അനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അത് ഞങ്ങളിവിടെ സമാധാനമായിട്ടിരിക്കുന്നവരെ കാണിക്കും. പറഞ്ഞ് ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ കാണിക്കാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് ഇവിടെ പിടിച്ചു കൊണ്ടത്. അനീഷ് ജോയ് പറയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ പിടിച്ചപ്പോഴത്തേക്ക് ഇടുന്നത്. അപ്പൊ അനീഷ് ജോയ് ആവർത്തിച്ച് പറയുന്നത് കാരണം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചാനൽ ചർച്ചകൾ കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ടത് സംഭവിച്ചാണെന്നല്ല. കാരണം ഞങ്ങൾ കൃത്യമായിട്ട് കാരണം ബോധ്യപ്പെടുത്താൻ പോലീസുകാരുടെ പ്രത്യേകിച്ച് രേഖകളോ ചോദിച്ചിട്ട് ഒന്നുമില്ല. നിങ്ങൾ പോലീസുകാരോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടേ? ഇവിടെ വലിച്ചഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ ഇവിടെ കിടക്ക് എന്ന് പറയുന്നത് എവിടെ ന്യായമുള്ളേ? ഇതാണോ ഇത് ജയിലാണോ? ഇത് ജയിലാണോ? പോലീസ് സ്റ്റേഷനാണോ ഇത്? സർക്കാർ എറണാകുളം അങ്കമാലിക്ക് എതിരാണെന്നും ആണെങ്കിൽ ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ പറയട്ടെ സർക്കാർ എതിരാണെന്ന്. അൽമായ മുന്നേറ്റം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. നിർബന്ധമായി അൽമായ മുന്നേറ്റം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. സർക്കാർ എന്തിനാണ് ഞങ്ങൾക്കെതിരാവുന്നത്? ഇത് സഭയുടെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം ഉണ്ട്. കുറച്ച് ക്രിമിനൽ കൂരിയുണ്ട്, അവരെ പുറത്താക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ക്രിമിനൽസിനെ അകത്തിരുത്തണമെന്ന് സർക്കാരിന് എന്താണ് നിർബന്ധം? ഇത് സർക്കാരിന്റെ തീരുമാനമാണ്. ക്രൈംബ്രാഞ്ചിന്റെ കമ്മീഷണറാണ് വന്നേക്കുന്നത്, അദ്ദേഹമാണ് അകത്തേക്ക് പോയത്. സർക്കാരിന്റെ തീരുമാനമാണെന്ന് ACP നേരിട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഡിക്ലെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് സർക്കാർ വ്യക്തമാക്കണം, പിണറായി സർക്കാർ വ്യക്തമാക്കണം, ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പ് ഹൌസിനെതിരെ നടപടിയെടുക്കാൻ കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനമാണോ എന്ന് വ്യക്തമാക്കണം. അവരുടെ ആരാധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ജില്ലാ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കുള്ള ഇത് വേണ്ടി സംസാരിച്ചു നോക്കാന്നുള്ള രീതിയിൽ അത് അവര് സമ്മതമാണല്ലോ. അതിനാണ് ഞാൻ വന്നത്, അവർ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇതൊക്കെ അവരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. അവർക്കിത് ഒരു വാർത്തയാക്കണം, അത്രേ ഉള്ളൂ. സോറി, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. അവരോട് ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറാണ്. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇന്ന് പുലർച്ചെ മുതൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് അത്ര ശുഭകരമായ കാര്യങ്ങളല്ല കാണുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാവുന്നു, പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന വൈദികരെ അവിടെ നിന്ന് മാറ്റുന്നു. അതിനുശേഷം ഈ അൽമായരെല്ലാം സംഘടിച്ചു വരുന്നു, പോലീസുമായി വലിയ വാക്തർക്കത്തിൽ ഏർപ്പെടുന്നു. ഏത് നിമിഷവും ഇത് കൈവിട്ടു പോകാവുന്ന തരത്തിൽ പ്രകോപനപരമായി തന്നെ കാര്യങ്ങൾ പോകുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സംയമനമുണ്ട്. പക്ഷേ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സമയത്ത് നടപടിയെടുത്തത് എന്ന് അവർക്ക് പറയേണ്ടി വരും. ഇവർ ചോദിക്കുന്നത് പോലെ ആ തരത്തിൽ ഇത് ഈവൻ സർക്കാരിനെ ബാധിക്കുന്ന ഒരു തരത്തിലേക്ക്, ഇപ്പോൾ നേരത്തെ പറയുന്നത് പോലെ സർക്കാരിന് ഇങ്ങനെ ഒരു നിലപാടുണ്ടോ എന്ന് വിശ്വാസികൾ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായും ശ്രീജ, കാരണം ഇതൊരു നിലവിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഏതു സമയവും അത് ഇപ്പോൾ കാണുന്ന ഈ ഒരു കാര്യത്തിൽ നിന്നെല്ലാം തന്നെ മാറാം. കാരണം വിശ്വാസികളും അതോടൊപ്പം തന്നെ വൈദികരും അടക്കം ഈ ബസിലിക്കയ്ക്ക് പുറത്തുണ്ട്. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക എന്ന് പറയുമ്പോൾ സഭയുടെ, അതായത് സിറോ മലബാർ സഭയുടെ സ്ഥാനിക ദേവാലയം എന്ന് പറയുന്ന ഒരു ഇടമാണ്. അതിന് മുന്നിലാണ് ഈ പ്രതിഷ്ഠം. തൊട്ടപ്പുറത്തുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൗസ് തൊട്ടപ്പുറത്തുണ്ട്. അവിടെയായിരുന്നു സമരം ചെയ്തിരുന്നത്. നമുക്കൊപ്പം ഇവിടെ ഈ വൈദികരടക്കമുള്ള വൈദികരടക്കം ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. ഇന്നലെ പ്രതിഷേധത്തിനുണ്ടായിരുന്നാണോ ഇവിടെ? ഈ കൈക്ക് പരിക്ക് പറ്റിയത് എങ്ങനെയാണ്? അത് പോലീസുകാർ കൈപിടിച്ച് തിരിച്ച് സംഭവം ചെയ്തതാണ്. എന്താണ് ഞങ്ങൾ ഇത്രയും ചെയ്യാൻ കാരണം എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ന്യൂസ് 18 ചർച്ചയിൽ ഞാൻ കേട്ടതാണ്. അത് കണ്ടിട്ട് പിതാക്കന്മാർക്ക് സംഭവിച്ചാണെന്ന് അറിയില്ല. ഞങ്ങൾ കിടന്നുറങ്ങിയ സമയത്താണ് ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അത്തരത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചത്. ബിഷപ്പ് ഹൗസിനകത്തേക്ക് അടക്കമായിരുന്നു. അതെ 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 അതെ. ഞങ്ങൾ കിടന്ന ഗസ്റ്റ് റൂമിലേക്ക് വന്നു. വസ്ത്രം പോലും ധരിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കാത്ത രീതിയിൽ പോലീസിന്റെ ഫോട്ടോഗ്രാഫർ വന്ന് ഞങ്ങളുടെ ഡ്രസ്സ് മാറേണ്ടത് ഏത് മര്യാദയാണെന്ന് അറിയില്ല, ഡ്രസ്സ് മാറുന്ന വീഡിയോസ് ഉൾപ്പെടെ ഫോട്ടോസ് ഉൾപ്പെടെ അവർ എടുത്തിട്ടുണ്ട്. സംഭവം ചെയ്തു. മൊബൈൽ തട്ടിപ്പറിക്കാൻ, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടീസായ മൊബൈൽ തട്ടിപ്പറിക്കാൻ എന്ത് വകുപ്പാണ് ഇല്ലെന്ന് അറിയില്ല. പക്ഷെ അത് തട്ടിപ്പറിച്ചവർ കൈകാര്യം ചെയ്തു. പലരെയും അച്ഛന്മാരെ 2 കാലിന് പിടിച്ചു, കൈക്ക് പിടിച്ചു, വലിച്ചു. പരിക്കുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം. അവിടെ കിടക്കാൻ നടക്കാൻ പോലും പറ്റാത്ത 80 വയസ്സായ അച്ഛനും ഉൾപ്പെടെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും പലർക്കും മറ്റു തരത്തിൽ അവരെ ആക്രമിക്കുകയും ചെയ്തതാണ്. അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതോ നിങ്ങൾ അവിടെ ഞങ്ങളോട് 4-5 പേരോട് അവർ പറഞ്ഞത് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ മാറ്റിയത്. അപ്പോൾ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, തോളത്ത് വെച്ചിട്ട് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മൾ കബളിപ്പിക്കുന്ന രീതിയിൽ അവർ ഇങ്ങോട്ടേക്ക് ആക്കി ബലം പ്രയോഗിച്ചിട്ടാണ് ഞങ്ങളിവിടെ ആക്കിയത്. ആദ്യം കൊണ്ടുവന്നത് ഈ ഗേറ്റിൻ്റെ നൈപുണ്യയുടെ ഗേറ്റിൻ്റെ ഇവിടേക്കാണ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ആക്രമിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ബസിലിക്കയുടെ ഗേറ്റിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി. ബസിലിക്കയുടെ ഗേറ്റിൻ്റെ അവിടെ അവർ താക്കോലില്ലാത്തത് ചുറ്റിക ഉപയോഗിച്ച് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല, മാരകായുധങ്ങളായിട്ടാണ് പോലീസ് നടക്കണേന്ന് അറിയില്ല, ചുറ്റിക ഉപയോഗിച്ച് ആ ഗേറ്റിൻ്റെ ഇത് പൊളിച്ച് ആയിട്ടാണ് 2 ലോക്കും പൊളിച്ചിട്ടാണ് വലിച്ചഴിച്ചിട്ടാണ് കൊണ്ടുവന്നത്. കൃത്യമായ CCTV ദൃശ്യങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ഫോട്ടോസ് പിടിച്ചിട്ടുണ്ട്. അതെ. ഞങ്ങൾ സ്വയമേവ ഇവിടെ വന്നതല്ല, ഞങ്ങൾ ഇവിടെ ആക്കിയതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്യട്ടെ. ഇവർ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്ത് നീക്കട്ടെ. നിയമവിരുദ്ധമായിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ പഴയ ബിഷപ്സ് ഹൗസിലേക്ക് എത്തിച്ചിട്ട് ചർച്ചയ്ക്ക് റെഡി ആകട്ടെ. നമുക്ക് അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ കാര്യമുള്ളൂ. ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുക. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യട്ടെ. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ പഴയ സ്ഥലത്ത് എത്തിക്കണം. അപ്പൊ പഴയ സ്ഥലത്ത് എത്തിക്കാൻ നമ്മൾ ചർച്ചയ്ക്ക് റെഡിയാണ്. ലോക്കപ്പിൽ ഞങ്ങളെ കയറ്റി വിടുന്നില്ലല്ലോ, നമ്മളെ ആരും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അവരിപ്പോഴും ലോക്ക് തന്നെയാണ്, പോലീസിന്റെ സംരക്ഷണയിൽ തന്നെയാണ് അവർ അറസ്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. ഇപ്പൊ വിശ്വാസികളടക്കം ഇവിടെ പുറത്ത് തുടരുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇങ്ങനെ തന്നെ തുടരാൻ തന്നെയാണോ തീരുമാനം? ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് പോരാൻ പറ്റുമോ? ഞങ്ങളുടെ തീർക്കാനുള്ള ഇനി ഇതിലിരട്ടി ശക്തമായിട്ട് ഞങ്ങൾ തീരുമാനം ഉണ്ടാകുന്നവരെ പ്രതിഷേധിക്കാണ്. ഇവിടെ തന്നെ തുടരും. ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടേക്കില്ല. ചർച്ചയ്ക്ക് റെഡിയാണല്ലോ. ഇത് ഇത്ര നേരമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഒരു ബിഷപ്പ് ഞങ്ങൾ ഏകപക്ഷീയമായാണ് പെരുമാറുന്നത്, അങ്ങനെയാണോ? ഏകപക്ഷീയമായിട്ടാണോ മതമേലധ്യക്ഷന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പെരുമാറുന്നതാണ് ഞങ്ങൾ സംശയം. അത് ഈ സർക്കാർ പറഞ്ഞിട്ടാണ് എങ്ങനെ പെരുമാറുന്നത്. നിങ്ങൾ ഡോക്യുമെന്റ് അവർ ചോദിച്ച അറസ്റ്റ് വാറന്റ് ഉണ്ടോ? ഞങ്ങൾ റെഡിയാണ്. സർക്കാരിന്റെ വല്ല കടലാസം ഉണ്ടോ? കോടതിയുടെ കടലാസം ഉണ്ടോ? സഭാ നേതൃത്വം തന്നെ സ്വന്തം വൈദികരെ ഈ രീതിയിലേക്ക് തള്ളിവിടുമെന്ന് തോന്നുന്നുണ്ടോ? സഭാ നേതൃത്വമാണല്ലോ ഞങ്ങൾ തള്ളിവിട്ടേക്കുന്നത്. അതല്ലേ ഞങ്ങളുടെ ദുഃഖം. ഞങ്ങളോട് ചർച്ച ചെയ്യേണ്ടവർ, ഞങ്ങളെ ചേർത്ത് പിടിക്കേണ്ടവർ ഞങ്ങളെ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് അനുസരണക്കേട് കാണിച്ചത്? അവർ പറയട്ടെ, എന്താ അനുസരണക്കേടാണ് കാണിച്ചത്? ഇവിടെ ഒരു നിരാഹാര സത്യാഗ്രഹം നടത്തുകയുണ്ടായി. അതിൽ എഴുതിയിരുന്നത് അധികാര ദുർവിനിയോഗത്തിനെതിരെ ധാർമ്മിക ശക്തി ഉണർത്തേണ്ട. അവർ കൊടുത്ത മീഡിയ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്നറിയാമോ? മാർപ്പാപ്പ അംഗീകരിച്ച സിനഡ് തീരുമാനങ്ങൾക്കെതിരെ നിരാഹാരം നടത്തിയെന്ന്. നിങ്ങൾ ആ ബാനർ പരിശോധിക്കൂ. സിനഡ് സമാപിക്കുന്ന ദിവസം കൂടിയാണ്. സിനഡ് സമാപിക്കുന്ന അവർക്ക് വിവരം വെക്കട്ടെ. അവർക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നു തോന്നുന്നുണ്ടോ? നീതിയും അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടില്ല. നോക്കുന്നോ ഞങ്ങളുടെ പൈസ കൊണ്ട് അവർ ചെലവ് നടത്തി ഞങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെ പോക്ക്. അവരിൽ നിന്ന് ഞങ്ങൾ നീതി പ്രതീക്ഷിക്കണമില്ല. ശ്രീജ, ഇത് ഇന്ന് സിറോ മലബാർ സഭയുടെ സിനഡ് സമാപിക്കുന്ന ദിവസം കൂടിയാണ്. സിനഡിലെ പല തീരുമാനങ്ങളും പലപ്പോഴും ആയിട്ട് കൈക്കൊള്ളാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. സഭയുടെ അവർ പറയുന്നതനുസരിച്ച് സിറോ മലബാർ സഭയുടെ 35 രൂപതകളിലും അതിരൂപതകളിലും എല്ലാമായിട്ട് ഏകീകൃത കുർബാന നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 34 അതിൽ മാറി നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അതിലൊരു തീരുമാനം നടപ്പിൽ വരുത്തണം, അതിനൊരു പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് നടപ്പാക്കാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ കർശന നടപടികൾ വേണം എന്നതെല്ലാം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബഹുഭൂരിപക്ഷം പേരും പറയുന്നത്, അവർ വൈദികരടക്കം പറയുന്ന ഒരു കാര്യം, തങ്ങൾക്ക് പഴയ രീതിയിലുള്ള ജനാഭിമുഖ കുർബാന മതി എന്നാണ്. അങ്ങനെയാണ് ഈ തർക്കങ്ങളുടെ എല്ലാം തന്നെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ആ തർക്കം ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന തരത്തിൽ ഒരു രാവിലെ 5 മണിക്ക് ബിഷപ്പ് ഹൗസിലേക്ക് പോലീസ് കടന്നു ചെന്ന് വൈദികരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അതിനോട് ഈ പുറത്തു നിൽക്കുന്ന അൽമായരും അല്ലെങ്കിൽ ഈ വിമത വൈദികർക്കൊപ്പം നിൽക്കുന്നവരുമൊക്കെ ഇനി എങ്ങനെ പ്രതികരിക്കും എന്നത് വരും മണിക്കൂറുകളിൽ കാണേണ്ടതാണ്. പോലീസ് തൽക്കാലത്തേക്ക് സംയമനം പാലിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ, കയ്യിൽ കിട്ടുന്നത് എടുത്ത് പരസ്പരം പോരടിക്കുന്ന വിശ്വാസികളെയൊക്കെ നമ്മൾ കണ്ടു. സമാധാനമാണ് യേശു എന്നും ആഹ്വാനം ചെയ്തിട്ടുള്ളത്. യേശുദേവന്റെ സന്ദേശം തന്നെ സമാധാനത്തിൻ്റെതാണ്. പക്ഷേ തൽക്കാലം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്തോട് ചേർന്നുള്ള ഈ ഭാഗങ്ങളിൽ നമ്മൾ ആ സമാധാനത്തിന്റെ ദൃശ്യങ്ങളല്ല കാണുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇനി ചെന്നിത്തലയുടെ മനസ്സിൽ എന്താണ് എന്നതാണ് ചോദ്യം. 2026 ഭരണം കിട്ടിയാൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്ന കീഴ്വഴക്കം ഒഴിവാക്കാനുള്ള നീക്കം കോൺഗ്രസിൽ സജീവമായി തുടരും എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്ന് പരസ്യമായി പറയുമെങ്കിലും പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രമേശ് ചെന്നിത്തല. 2021 പ്രതിപക്ഷ നേതാവായിരുന്ന തന്നെ മുഖ്യമന്ത്രിയായി ആരും ഉയർത്തിക്കാട്ടിയില്ലല്ലോ എന്നായിരുന്നു
ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരു ലീഡർ വേണം. എപ്പോഴും ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അത് ഗുണകരമായി മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാത്തതും അങ്ങനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തതും? സാധാരണഗതിയിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇത്തവണ എന്ത് വേണമെന്നുള്ള പാർട്ടി നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. അല്ല, എന്താണ് സാധാരണഗതിക്കും അപ്പുറമായിട്ട് ഞാൻ പറഞ്ഞ ഘടകമാണ്. അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നേതാവിനെ തീരുമാനിക്കുന്നത്. അതിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്നുള്ള പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. സാധാരണ എന്ന് പറയുന്നത് ഇപ്പോൾ സമീപകാലം എല്ലാം നോക്കുമ്പോൾ എനിക്കൊരു വലിയ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിലും ഒരു 82 കാലഘട്ടം മുതൽ നോക്കുകയാണെങ്കിൽ ആരാണോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം സ്വാഭാവികമായിട്ടും മുന്നണിയും പാർട്ടിയും ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. അത് തുടരണം എന്നുണ്ടോ അങ്ങ് വരുമ്പോൾ? കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു, എന്നെ ആരും പ്രൊജക്റ്റ് ചെയ്തില്ലല്ലോ. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഉണ്ട്, ആരും എന്നെ പ്രൊജക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചല്ലോ, ശക്തമായി തന്നെ പ്രവർത്തിച്ചല്ലോ. പക്ഷെ കോവിഡ് ആയതുകൊണ്ടും ജനങ്ങൾക്ക് വെളിയിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് കൊണ്ടും സർക്കാർ അന്ന് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ജനങ്ങൾക്ക് കോവിഡിൻ്റെ പേരിൽ കൊടുത്തതുകൊണ്ടുമാണ് നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയാതെ പോയത്. അതാണ് മെയിൻ കാരണം. ഞാൻ ചോദിച്ച പ്രൊജക്റ്റ് ചെയ്യണതിൻ്റെ മാത്രം കാര്യമല്ല, അങ്ങനെയാണ് ഒരു സ്വാഭാവികമായിട്ടും മുന്നണിയും പാർട്ടിയും ജയിച്ചാൽ ആ പ്രതിപക്ഷ നേതാവ് ആരാണോ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകും. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും കണ്ടുവരുന്നത് അല്ലേ? അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, ഞാൻ തീരുമാനിക്കേണ്ടതല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പൊതുവെ ഒരു സമൂഹത്തിലുള്ള ഒരു ചർച്ചയാണ്, അത് താങ്കളും ശ്രദ്ധിക്കുന്ന കാര്യമാണല്ലോ. ഇങ്ങനെ ഒരു കോൺഗ്രസിൽ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു അടിപിടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. എന്തിനാണ് ആ തർക്കം? കാരണം 2026 ആദ്യം അധികാരത്തിൽ വരട്ടെ എന്നാണല്ലോ കോൺഗ്രസും UDFും ചിന്തിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ചർച്ച അനവസരത്തിലുള്ളതാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അനവസരത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ആദ്യം വേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുക. പാവപ്പെട്ട പ്രവർത്തകൻ്റെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞ് അസംബ്ലി ജയിക്കുക. ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ടേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത്തരം ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ലെന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷെ ആരാണ് ആ ചർച്ചയ്ക്ക് വളമൊരുക്കുന്നത്? ശ്രീ രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളല്ല വളമൊരുക്കുന്നത്, LDF അല്ല, CPM അതിൽ മുന്നിൽ വന്ന് ഇങ്ങനെ പറയുന്നില്ല. മാധ്യമങ്ങളിലൂടെ അല്ല ഈ വാർത്തകളെല്ലാം വരുന്നത്. അതങ്ങനെയാണ്, അവരുടെ ജോലിയാണ്, അവർ ചെയ്തോട്ടെ. അതങ്ങനെയല്ല, മാധ്യമങ്ങളിലൂടെ ഇത് വരുവാനുള്ള കാരണം എന്താണ്? അത് നീ തീരുമാനിക്കേണ്ടത് സ്വയം നേതാക്കൾ തന്നെയല്ലേ? അല്ല, വാർത്തകളൊക്കെ വരും, എല്ലാ കാലഘട്ടത്തിലും വാർത്ത വരും. പക്ഷേ ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വാർത്തയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. 2021 അനാദരവ് കാട്ടി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും കഴിഞ്ഞ 3.5 വർഷം പാർട്ടിക്കെതിരെ ഒരക്ഷരം പോലും താൻ മിണ്ടിയില്ലെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയേനെ. പാർട്ടി ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടെ ഉത്തരവാദിത്വത്തോടെ ചെയ്തുവെന്നും അദ്ദേഹം വൈകാരികമായി പറയുന്നു. പക്ഷേ ഈ 2021 താങ്കൾ പറഞ്ഞു താങ്കളെ ആരും പ്രൊജക്റ്റ് ചെയ്തിരുന്നില്ല എന്ന്. അതിനുശേഷമുണ്ടായ ആ സംഭവ വികാസങ്ങളിൽ നിന്ന് താങ്കൾ ഇതുവരെ മോചിതനായിട്ടുണ്ടോ? താങ്കളുടെ സമീപകാലത്തെ പല അഭിപ്രായ പ്രകടനങ്ങളിലും അങ്ങനെ ഒരു സങ്കടം അക്കാര്യത്തിൽ നിഴലിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതായത് 2021 എന്താണോ സംഭവിച്ചത് അത് താങ്കൾ മറന്നു കഴിഞ്ഞു? അല്ല, 2021 ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് അൺസെർമോണിയസായി എന്നെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഞാനൊരു തർക്കം ഈ പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടില്ല. 4 വർഷവും ഞാൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞാൻ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നു, പാർട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. എനിക്ക് മുമ്പുള്ള നേതാക്കന്മാരൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അച്ചടക്കത്തോടു കൂടി തന്നെ ഈ പാർട്ടിയിൽ നിന്ന് താങ്കൾ തന്നെ പറഞ്ഞു ഒരു അൺസെറിമോണിയൽ ആയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യം. അപ്പോൾ അതൊരു വിഷമം തന്നെയാണ് മനസ്സിനുള്ളിൽ. അത് പക്ഷേ താങ്കൾ അത് കണക്കിലെടുത്തില്ല, പാർട്ടിയിൽ അത് പ്രതിഫലിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇനി അതൊരു ആദരപൂർവ്വം തന്നെ താങ്കളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മുന്നണിയും പാർട്ടിയും അധികാരത്തിൽ വരുമ്പോൾ താങ്കൾ തന്നെ ആ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ താങ്കളെ ആദരിക്കണം എന്നുള്ളൊരു ആഗ്രഹം താങ്കളുടെ മനസ്സിലില്ലേ? അല്ല, എൻ്റെ പാർട്ടി അതിനുശേഷം പാർട്ടി എന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാനത് എന്നോട് നോക്കാൻ പറഞ്ഞു, ഞാൻ നോക്കി. ഗുജറാത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് സ്ക്രീനിങ് കമ്മിറ്റി ഞാനത് എന്നെ ഏൽപ്പിച്ച ദൗത്യം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ അവിടെ പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ പാർലമെൻറ്റ് ജയിച്ചു, അസംബ്ലി തോറ്റു. അപ്പം അത് എൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ എന്നെ കോർഡിനേറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. പക്ഷേ ശരത് പവാറും ഉദ്ധവ് താക്കറെയും വിചാരിക്കുന്ന അവർ വിചാരിച്ചാൽ ജയിക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചാൽ ജയിക്കൂ.
അവിടുത്തെ നേതാക്കന്മാരാണ്. എൻ്റെ ജോലി കോർഡിനേറ്റ് ചെയ്യാനുള്ളതാണ്. അത് എൻ്റെ കഴിവ്. 10 മാസം വളരെ ആത്മാർത്ഥമായി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പം ഞാനല്ലാണ്ട് പിണങ്ങി പാർട്ടിക്കെതിരെ സംസാരിച്ച് നിൽക്കുകയല്ല. ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും എൻ്റെ കഴിവുകൾക്കനുസരിച്ച് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നാളെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ താങ്കൾക്ക് ഒരു ചുമതല വേണം. താങ്കൾക്ക് അങ്ങനെ ഒരു ചുമതല കിട്ടുന്നില്ല. അല്ല, എന്നൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. നിങ്ങൾ എഴുതാത്ത പ്രവർത്തനം വായിക്കുന്നു. അല്ല, ഈ ദേശീയ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള അവസരം പാർട്ടി ഏത് ചുമതല അല്ല, അങ്ങനെ പാർട്ടി എന്തുകൊണ്ട് വിശ്വാസത്തിൽ താങ്കളെ എടുക്കുന്നില്ല കേരളത്തിൽ? കേരളത്തിലൊരു വലിയൊരു ജോലിയല്ലേ നൽകേണ്ടത്? അതൊക്കെ എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ആർക്ക് എന്ത് ചുമതല കൊടുക്കണം. എനിക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ചുമതല ഞാൻ നിറവേറ്റും. അതാണ് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത്. പിന്നെ ഇന്ന ചുമതല ഏൽപ്പിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 4 വർഷവും അച്ചടക്കത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. എൻ്റെ സ്ഥാനത്ത് മറ്റു വല്ലവരായിരുന്നു ഇവിടെ എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയത്. ജനകീയ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിലും ഇന്നും തനിക്ക് മികവുണ്ടെന്ന് തെളിയിക്കാൻ ചെന്നിത്തല ശ്രമിക്കുകയാണ്. സർക്കാരിന്റെ അഴിമതിയും പാളിച്ചകളും തുറന്നുകാട്ടാൻ പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയില്ലെങ്കിലും തന്റെ ഒറ്റയാൾ പോരാട്ടം തുടരുമെന്നുകൂടി അദ്ദേഹം പറയുന്നു. കാർബറണ്ടം അഴിമതി പുറത്തു കൊണ്ടുവന്നിട്ടും അത് ഏറ്റെടുക്കുന്നതിൽ പാർട്ടി താൽപര്യം കാട്ടാതിനെ കുറിച്ചായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. താങ്കൾ 2016-21 കൊണ്ടുവന്ന അത്രയും അതിൽ പകുതിയെങ്കിലും ചെയ്യാൻ 2021-25 കാലഘട്ടത്തിൽ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആരുടെ പരാജയമാണത്? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ പരാജയമാണ്, പക്ഷെ പ്രതിപക്ഷം അതിനേക്കാൾ പരാജയമാണല്ലോ എന്ന്. എന്നാലും അഭിപ്രായം എനിക്കില്ല. അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഏറ്റവും അവസാനം കൊണ്ടുവന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, കാർബറണ്ടം അഴിമതി എന്നുള്ള കാര്യം. അതിന് എന്ത് പിന്തുണയാണ് UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും കിട്ടിയത്? അല്ല, ആ അഴിമതി അതുകൊണ്ടില്ല. അഴിമതി ആവാതിരിക്കുന്നില്ലല്ലോ. അഴിമതിയാണ് ഇപ്പോഴും ഞാൻ എൻ്റെ പേരിലുള്ള എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BOT അടിസ്ഥാനത്തിൽ ഒരു കമ്പനിക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ചുമതല കൊടുത്ത് 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ 30 കഴിഞ്ഞതാണ്. ഇപ്പോഴും അനധികൃതമായി അവർ കാർബറണ്ടം കമ്പനി ഇപ്പോഴും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അവർ കൊള്ളലാഭം എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ആരും മിണ്ടുന്നില്ല. ഗവൺമെന്റും മിണ്ടുന്നില്ല. ഒരു മന്ത്രി ഉണ്ടല്ലോ. ഗവൺമെന്റും മിണ്ടുന്നില്ല, പ്രതിപക്ഷവും മന്ത്രി മിണ്ടിയിട്ടുണ്ടോ? മന്ത്രി ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. ഇതിൽ മന്ത്രി ഉണ്ടോ? അപ്പോൾ താങ്കളുടെ പോരാട്ടം തുടരും? ഒരു സംശയമില്ല, തുടരും. പക്ഷെ അതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. അത് സാരമില്ല. അതിന് ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ കൂട്ടായിട്ട് വേണമെന്നൊന്നുമില്ല. ഒറ്റയ്ക്കും പോരാടാം. ഈ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോരാടേണ്ട എന്ത് അവസ്ഥയാണുള്ളത്? കാരണം അങ്ങനെയല്ലല്ലോ വേണ്ടത്. അത് നിങ്ങളുടെ ഒരു വിലയിരുത്തലല്ലേ. ഒറ്റയ്ക്ക് പോരാടിയാലും കുഴപ്പമൊന്നുമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഇനിയും പറയാനുണ്ട്. രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ എന്താണ്? ഈ വാക്കുകൾക്കപ്പുറം എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾക്കപ്പുറം എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്? വിശദമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് 10 മണിക്ക് ന്യൂസ് ട്രെൻഡ്സിൽ. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പത്തനംതിട്ടയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി 18കാരി. 13 വയസ്സ് മുതൽ 64 പേർ പീഡനത്തിനിരയാക്കിയെന്ന് പെൺകുട്ടി. CWCക്ക് ലഭിച്ച മൊഴി പത്തനംതിട്ട SP-ക്ക് കൈമാറി. 5 പേർ അറസ്റ്റിൽ. കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും അധ്യാപകരും സഹപാഠികളും. PV അൻവർ MLA ഇനി തൃണമൂൽ കോൺഗ്രസിൽ. കൊൽക്കത്തയിലെത്തിയ അൻവറിനെ TMC നേതാക്കൾ സ്വീകരിച്ചു. PV അൻവറിന് സ്വാഗതമെന്ന് TMC. ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക X അക്കൗണ്ടിൽ കുറിച്ചു. TMCയുടെ സംസ്ഥാന കോർഡിനേറ്റർ എന്ന ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് PV അൻവർ. നിയമതടസ്സമുള്ളതിനാൽ അംഗത്വം എടുത്തിട്ടില്ലെന്നും അൻവർ. കേരളത്തിൽ UDF-മായി സഹകരിച്ചു പോകാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നതെന്നും അൻവർ. TMC അംഗത്വം എടുത്താൽ PV അൻവറിന് MLA സ്ഥാനം നഷ്ടമാകും. സ്വതന്ത്ര MLA പാർട്ടിയുടെ ഭാഗമായാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും. പരാതി ലഭിച്ചാൽ സ്പീക്കർ പരിശോധിക്കും. പാർട്ടിയുടെ ഭാഗമായെന്ന് തെളിഞ്ഞാൽ നടപടി. തിരുവനന്തപുരത്ത് 2ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സ്കൂൾ ബസ് കയറി ദാരുണാന്ത്യം. അപകടം മടവൂരിൽ. മടവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ കൃഷ്ണേന്ദുവാണ് മരിച്ചത്. കുട്ടിയെ വീടിന് മുന്നിൽ ഇറക്കി ബസ് മുന്നോട്ടെടുക്കുമ്പോഴാണ് അപകടമുണ്ടായത്. കിടായൂരിൽ വീട് ജപ്തി നടപടിക്കിടെ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി മരിച്ചു. കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ ജയയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കോടതി ഉത്തരവ് പ്രകാരം ജപ്തി നടപടികളുമായി ഷൊർണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ജീവനക്കാരും ഉദ്യോഗസ്ഥരും വീട്ടിലെത്തിയപ്പോഴായിരുന്നു ആത്മഹത്യാശ്രമം. സാമ്പത്തിക പ്രതിസന്ധി കാരണം
മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമിസ് കാതോലിക്ക ബാവ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പാണക്കാട് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പി.കെ. കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കർദിനാൾ പിന്തുണ അറിയിച്ചു. മുനമ്പം അടക്കമുള്ള പ്രശ്നങ്ങളിൽ സാദിഖ് അലി തങ്ങളുടെ ഇടപെടലിനെ അദ്ദേഹം അഭിനന്ദിച്ചു. കർദിനാൾ മാർ ക്ലിമിസ് ആദ്യമായാണ് പാണക്കാട് സന്ദർശിക്കുന്നത്. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാറിനെ കുറിച്ച് ഞങ്ങൾക്കുള്ള പരാതി ഇപ്പം തിരുവനന്തപുരംകാരെ അങ്ങ് ഉപേക്ഷിച്ച് അങ്ങോട്ട് വരുന്നില്ല. ഞാൻ പട്ടത്തൊരു ഇൻമേറ്റ് ആയിരുന്നു. ശോഭ സുരേന്ദ്രൻ ഇന്ന് വീണ്ടും ഡൽഹിക്ക് പോകും. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായാണ് യാത്ര. ശോഭ സംസ്ഥാന അധ്യക്ഷയാകുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെയാണ് തുടർച്ചയായ രണ്ടാമത്തെ ഡൽഹി യാത്ര. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന പ്രതീക്ഷ ഔദ്യോഗിക വിഭാഗം ഇപ്പോഴും വെച്ചു പുലർത്തുന്നുണ്ട്. കടുത്ത സസ്പെൻസിലേക്കാണ് ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ചെന്നെത്തുന്നത്. തുടക്കം മുതൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നായിരുന്നു ശോഭ സുരേന്ദ്രന്റേത്. കഴിഞ്ഞയാഴ്ച ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശോഭയെ വീണ്ടും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചു. രാവിലെ തിരുവനന്തപുരത്ത് VSDP പരിപാടിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും യാത്ര. സംസ്ഥാനത്തെ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനും ശോഭ പക്ഷം നീക്കം നടത്തുന്നുണ്ട്. ഈ മാസം ആദ്യം അമിത്ഷായുമായി ശോഭ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്ത് ബി.ജെ.പിയെ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രത്യാശയോടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ശോഭയുടെ പേജിൽ പിന്നാലെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതോടെയാണ് ശോഭ അധ്യക്ഷ സ്ഥാനത്തെത്തുമെന്ന ചർച്ച സജീവമായത്. MT രമേശ്, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നു. ഒരുപക്ഷെ സുരേന്ദ്രൻ ഇനിയും തുടർന്നേക്കുമെന്ന് ഔദ്യോഗിക പക്ഷം കരുതുന്നുണ്ട്. 5 വർഷം കാലാവധി ബാധകമായില്ലെങ്കിൽ സുരേന്ദ്രന് കാര്യങ്ങൾ അനുകൂലമാകും. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് വിജയവും ഓരോ തിരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നതും സുരേന്ദ്രന് അനുകൂല ഘടകങ്ങളാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ബി.ജെ.പിയിൽ ഒരു നേതൃത്വ മാറ്റ ചർച്ചകളൊക്കെ സജീവമാണ്. അത് ദേശീയ തലത്തിൽ തൊട്ട് ആ ചർച്ചകൾ സജീവമായി നിൽക്കുകയാണ്. കേരളത്തിന്റെ കാര്യമെടുത്താൽ സുരേന്ദ്രൻ മാറുമോ ഇല്ലയോ എന്നത് പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ശോഭ സുരേന്ദ്രനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം നേരിട്ട് ശ്രമിക്കുമോ? ഇതാണ് ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യം. ഇന്നത്തെ ഈ ഡൽഹിയിലേക്കുള്ള പോക്ക് അതിന്റെ എന്തെങ്കിലും സൂചനയാണോ? ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അരുണിലേക്ക് വിശദമായി വാർത്തയിലേക്ക് പിന്നീട് തിരിച്ചെത്താം. എന്തായാലും ഇന്നത്തെ യാത്ര വളരെ ശ്രദ്ധേയമാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. എന്താണ് വളരെ പെട്ടെന്ന് തന്നെ രണ്ടാമതും ദേശീയ നേതൃത്വം ശോഭയെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനുള്ള കാരണം എന്നതിന് ഉത്തരമാണ് കിട്ടേണ്ടത്. മറ്റു വാർത്തകളിലേക്ക് നോക്കാം. തൃണമൂൽ കോൺഗ്രസുമായുള്ള അടുപ്പം PV അൻവറിന്റെ MLA സ്ഥാനം നഷ്ടമാക്കുമോ എന്ന ചർച്ചകൾ സജീവമാവുന്നു. അല്പസമയം മുൻപ് PV അൻവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 12-ാം തീയതി ഞാൻ തിരിച്ചെത്തും. തൃണമൂൽ കോൺഗ്രസ് എന്നാൽ അത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള, തൃണമൂൽ എന്നതിന്റെ അർത്ഥം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും താഴെ തട്ടിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടുന്നു. തന്റെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അത് ഈ വന നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരം കാര്യങ്ങളിൽ തൃണമൂലിന് ഇടപെടാൻ കഴിയുമെന്ന ഉറപ്പിലാണ് അദ്ദേഹം മാറുന്നത്, അല്ലെങ്കിൽ തൃണമൂലിനൊപ്പം നിൽക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ പ്രശ്നമുണ്ടാവുന്നത് സ്വതന്ത്ര MLA ആണെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായാൽ അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാവും. പാർട്ടി കുടുംബത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ട്വീറ്റ് ചെയ്ത് അൻവറിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. എന്നാൽ വീണ്ടും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഞാനിപ്പോൾ കോർഡിനേറ്റർ മാത്രമാണ്, അംഗത്വം എടുത്തിട്ടില്ല എന്ന്. തൃണമൂൽ കോൺഗ്രസ് കുടുംബത്തിലേക്കെത്തിയ PV അൻവറിന് ഹാർദമായ സ്വാഗതം. ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി PV അൻവറിനെ ഷാളണിയിച്ച് സ്വീകരിക്കുന്ന ചിത്രങ്ങളോടെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എക്സിൽ പങ്കുവച്ച ചിത്രങ്ങളും വാക്കുകളുമാണിത്. പക്ഷേ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് PV അൻവറിന്റെ വിശദീകരണം. ഞാൻ അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മാഡത്തിനെ കണ്ടിട്ടില്ല, ഒരു സ്ഥലത്തില്ല, ഇവിടെ കൽക്കട്ടയിലില്ല. പാർട്ടിയുടെ നാഷണൽ ഓഫീസിൽ വെച്ചിട്ടാണ് നാഷണൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി MP കണ്ടത്.
പ്രധാനമായിട്ടാണ് കൂടിക്കാഴ്ച. നമ്മൾ ഇതുമായി സഹകരിക്കാവുന്ന പരമാവധി ആളുകളെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഉണ്ടാവുക. പുതിയ പാർട്ടിയിൽ അംഗത്വമെടുത്താൽ PV അൻവറിന്റെ MLA സ്ഥാനത്തിന് തന്നെ ഭീഷണിയാകും. സ്വതന്ത്ര MLA ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും. ഇത്തരത്തിൽ പരാതി കിട്ടിയാൽ നിയമസഭാ സ്പീക്കർക്ക് പരിശോധിക്കാം. സ്പീക്കർക്ക് ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മമതാ ബാനർജിയെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോൾ മറുവശത്ത് കേരളത്തിൽ UDFുമായി സഹകരിച്ചു പോകാനുള്ള നീക്കങ്ങളും PV അൻവർ തുടരും. ന്യൂസ് 18 മലപ്പുറം, തിരുവനന്തപുരം. കേരളത്തിലെ IAS ഉദ്യോഗസ്ഥർക്കിടയിലെ ചേരിപ്പോര് അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മതാടിസ്ഥാനത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ K ഗോപാലകൃഷ്ണൻ IASന്റെ വാദം പൊളിയുകയാണ്. ചില രേഖകൾ അതിൻ്റെതായി പുറത്തു വരുന്നുണ്ട്. ചിലർ പറഞ്ഞിട്ടാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ തന്നെ പറയുന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നു. ഫോൺ ഹാക്ക് ചെയ്തവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നായിരുന്നു അന്ന് ഗോപാലകൃഷ്ണൻ നൽകിയ വിശദീകരണം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ ചാറ്റിൽ പറയുന്നത് അദീല അബ്ദുള്ളയാണ് ചോദിക്കുന്നത് എന്താണ് ഈ ഗ്രൂപ്പ് എന്ന് ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നു. ഗോപാലകൃഷ്ണൻ പറയുന്നു എന്നോട് ചിലർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഗോപാൽ IAS ആ പേരിലാണ് അദ്ദേഹത്തിന്റെ നമ്പർ ഈ പറയുന്ന ആൾ സേവ് ചെയ്തിട്ടുള്ളത്. ഗോപാൽ IAS പറയുന്നു ഗോപാൽ IAS ആഡഡ് യു എന്ന് നമുക്ക് കാണാം. അതിന് താഴെ ഈ ഗ്രൂപ്പ് എന്താണെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടിയും കാണാം. ഇനി ഈ ഗ്രൂപ്പ് താൻ ഉണ്ടാക്കിയതല്ലെന്ന വാദം എങ്ങനെ നിലനിൽക്കും? ശ്രീജ, ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ സ്ക്രീൻഷോട്ട് തന്നെയായിരിക്കും. അവിടെ ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ മുതൽ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. അതിലൊക്കെ പറഞ്ഞിരുന്നത് തെളിവുകളില്ല എന്നായിരുന്നു. ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു മതാടിസ്ഥാനത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതിന് തെളിവുകളില്ലെന്നായിരുന്നു പരാമർശം. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ബോധപൂർവമായ അറിവോടെ ഗോപാലകൃഷ്ണൻ തന്നെയാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് എന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്റെ ഫോൺ മറ്റാരോ ഹാക്ക് ചെയ്താണ് ഇങ്ങനൊരു ഗ്രൂപ്പ് തുടങ്ങിയതെന്ന വാദമായിരുന്നു അദ്ദേഹം മുമ്പോട്ട് വെച്ചിരുന്നത്. നേരത്തെ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ അന്വേഷണ വിധേയമായി ചോദിച്ചറിഞ്ഞവരോടും ഇതേ നിലപാട് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത്. പക്ഷേ അങ്ങനെയല്ല, വളരെ ബോധപൂർവമായി മറ്റാരുടെയോ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, അതായത് സിവിൽ സർവീസിനെ, മുസ്ലിം ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് ആരുടെയോ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം തന്നെ പരാമർശിക്കുന്ന, അദ്ദേഹത്തിന്റെ തന്നെ പേരിൽ അദ്ദേഹം തന്നെ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന സ്ക്രീൻഷോട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതുകൂടി പുറത്തു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഗോപാലകൃഷ്ണനെതിരെ എങ്ങനെ നടപടിയെടുക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയും? പക്ഷേ ഞാൻ എന്റെ സംശയം, ഇത് സ്വാഭാവികമായും ഇത് സഹിതമാണ് അദീല അബ്ദുള്ള ആദ്യം പരാതി നൽകുന്നത്. ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് സഹിതമാണ്. അപ്പോൾ അതായത് ഇത് ചീഫ് സെക്രട്ടറിക്ക് മുന്നിലും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നവർക്ക് മുന്നിലേക്കും എത്തിയിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇരിക്കെ എങ്ങനെയാണ് ഇത് ഗ്രൂപ്പ് ഉണ്ടാക്കി ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന വാദം ആദ്യം തന്നെ തള്ളി. അത് ഗൂഗിളും മെറ്റയും എല്ലാം സ്ഥിരീകരിച്ചു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല. ഈ സ്വന്തം പേരിൽ അദ്ദേഹം തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഈ മെസ്സേജ് ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണ സമിതി അദ്ദേഹമല്ല ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഗോപാലകൃഷ്ണനാണെന്നതിന് തെളിവില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ശ്രീജ, രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ മുൻപിലുള്ളത്. അതിൽ ഒന്ന്, അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഫോൺ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാട്സപ്പ്, അതിലെ QR കോഡ് സ്കാൻ ചെയ്ത് മറ്റാരോ അദ്ദേഹത്തിന്റെ ഈ വാട്സപ്പ്, അദ്ദേഹത്തിന്റെ സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ വാട്സപ്പ് ചാറ്റ് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതല്ല എങ്കിൽ അദ്ദേഹം തന്നെ ബോധപൂർവം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനായി നിർബന്ധിതനായതാണ്. ഇതിൽ ആദ്യത്തെ വാദമുഖം അദ്ദേഹം തന്നെ ആവർത്തിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തേടിയ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലൊക്കെ അദ്ദേഹം തന്നെ ആവർത്തിച്ചത് ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നാണ്. പക്ഷേ ഹാക്ക് ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ വാട്സാപ്പ് എന്നതിന് ഒരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യത മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് കൃത്യമായി ബോധപൂർവമായി ആരുടെയോ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ ഈ സ്ക്രീൻഷോട്ടിൽ, ഈ ചാറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ someone has asked me എന്ന് അദ്ദേഹം തന്നെ പരാമർശിക്കുന്ന പോലെ മറ്റാർക്കോ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. അതിൽ വ്യക്തത വരുത്തേണ്ടത് ഗോപാലകൃഷ്ണൻ തന്നെയാണ്. അത് ഉന്നതരായ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്? അവരെ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ
ഗോപാലകൃഷ്ണനെതിരായ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാതെ ഈ ഒരു അധ്യായം അടഞ്ഞ അധ്യായമായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു നീക്കം നടക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനു പിന്നാലെയായിരുന്നു വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. ആ ഗ്രൂപ്പിൽ ആദ്യം ആഡ് ചെയ്യപ്പെട്ട അദീല അബ്ദുള്ള IAS ആണ് ചോദിക്കുന്നത് ഇത് എന്ത് ഗ്രൂപ്പാണ്, എന്താണ് എന്ന് പേര് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു. അതിന് മറുപടിയായി ഐ ഡോണ്ട് നോ, someone has asked me എന്നാണ് അതിന് മറുപടിയായി അദ്ദേഹം പറയുന്നത്. ഇതുകൂടി എന്തായാലും ഇനിയും ചർച്ചകൾ നിറയുമെന്ന് ഉറപ്പാണ്. ഇന്നലെയാണ് N പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി 120 ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത്. ഒപ്പം ഗോപാലകൃഷ്ണനെ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. പത്തനംതിട്ടയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി 18കാരി. 13 വയസ്സ് മുതൽ 64 പേർ പീഡനത്തിനിരയാക്കിയെന്ന് പെൺകുട്ടി. CWCക്ക് ലഭിച്ച മൊഴി പത്തനംതിട്ട SP-ക്ക് കൈമാറി. 5 പേർ അറസ്റ്റിൽ. കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും അധ്യാപകരും സഹപാഠികളും. PV അൻവർ MLA ഇനി തൃണമൂൽ കോൺഗ്രസിൽ. കൊൽക്കത്തയിലെത്തിയ അൻവറിനെ TMC നേതാക്കൾ സ്വീകരിച്ചു. PV അൻവറിന് സ്വാഗതമെന്ന് TMC. ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക X അക്കൗണ്ടിൽ കുറിച്ചു. TMCയുടെ സംസ്ഥാന കോർഡിനേറ്റർ എന്ന ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് PV അൻവർ. നിയമതടസ്സമുള്ളതിനാൽ അംഗത്വം എടുത്തിട്ടില്ലെന്നും അൻവർ. കേരളത്തിൽ UDF-മായി സഹകരിച്ചു പോകാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നതെന്നും അൻവർ. TMC അംഗത്വം എടുത്താൽ PV അൻവറിന് MLA സ്ഥാനം നഷ്ടമാകും. സ്വതന്ത്ര MLA പാർട്ടിയുടെ ഭാഗമായാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും. പരാതി ലഭിച്ചാൽ സ്പീക്കർ പരിശോധിക്കും. പാർട്ടിയുടെ ഭാഗമായെന്ന് തെളിഞ്ഞാൽ നടപടി. തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് ഇടിച്ചു മരിച്ച 7 വയസ്സുകാരി കൃഷ്ണേന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, അതിദാരുണമായൊരു സംഭവമായിരുന്നു അന്നുണ്ടായത്. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ? ശ്രീജ, 10 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. അതിനുശേഷം ഇവിടെ മടവൂർ LP സ്കൂളിലാണ് കൃഷ്ണേന്ദു പഠിച്ചത്. ആ സ്കൂളിൽ കൊണ്ടുവരും. ഇതാണ് ഈ അപകടം നടന്ന ആ സ്ഥലം. ഇതാണ് ഈ കേബിൾ, ഈ കൃഷ്ണേന്ദുവിൻ്റെ വീടിന് തൊട്ട് മുൻപിൽ, അതായത് ദൃശ്യങ്ങൾ ആ കേബിളിൻ്റെ പുറകിലുള്ള അവിടെയാണ് കൃഷ്ണേന്ദുവിൻ്റെ വീട്. അവിടെ കുട്ടി ഇറങ്ങിയ ശേഷം വീട്ടിൽ ആരുമില്ലാത്ത തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാനായി ഓടി മാറുമ്പോഴാണ് ഈ കേബിളിൽ കാല് കുരുങ്ങി കൃഷ്ണേന്ദു ഇവിടേക്ക് വീഴുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് വീണത്. ഡ്രൈവർ ആ സ്ഥലം സ്വാഭാവികമായും കുട്ടിയെ കണ്ടിരിക്കില്ല. കുട്ടി അപകടത്തിൽപ്പെട്ട സ്ഥലമാണത്. അവിടെ സ്വാഭാവികം അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിപ്പോകാനാണ് കുട്ടി. ഈ വശത്തുള്ളതാണ് കൃഷ്ണേന്ദുവിൻ്റെ വീട്. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അമ്മയും അച്ഛനും ഒക്കെ ജോലിക്ക്, അച്ഛൻ എംപാനൽ കണ്ടക്ടറാണ്, ഡ്രൈവറാണ്, KSRTCയുടെ താൽക്കാലിക ജീവനക്കാരനാണ്. അമ്മയും മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലാരുമില്ല. അവിടെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാനാണ് കുട്ടി ഇവിടെ നിന്ന് ഓടി മാറിയത്. പക്ഷേ അപകടം ഉണ്ടായി. കുട്ടി ഈ ബസ്സിന് മുന്നിലേക്കാണ് വീണത്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ കൃഷ്ണേന്ദുവിൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരും. അത്യന്തം ദാരുണമായ സംഭവം തന്നെ പറയേണ്ടി വരും. ഇവിടെ നാട്ടുകാരുമൊക്കെ ഉണ്ട്. സ്കൂൾ ബസ്സിൽ നിന്ന് ബസ്സിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കുട്ടിയെ വീട്ടിലേക്ക് കയറ്റി വിടുക എന്നുള്ളൊരു ചുമതല കൂടി ആയമാർക്ക് ഉണ്ട്. അത് നിർവഹിച്ചു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്, കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം ഉണ്ടാകും. ഏതായാലും അത്യന്തം ദാരുണമായ സംഭവം. 7 വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന തൊട്ടു മുമ്പ് വീടിന് മുന്നിൽ വെച്ച് തന്നെ അപകടം ഉണ്ടായിരിക്കുന്നു എന്ന ഏറ്റവും സങ്കടകരമായ വസ്തുത. ഏതായാലും കൃഷ്ണേന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ 10 മണിയോടുകൂടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. പോസ്റ്റ്മോർട്ടം അവിടെയാണ് നടക്കുക. അതിനുശേഷം മടവൂർ LP സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. അവിടെ നിന്ന് വീട്ടിലെത്തിച്ച് ഇവിടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും തുടരുകയാണ്. അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്
ആശുപത്രിയിൽ മരുന്ന് വിതരണം പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിതരണക്കാർ. നിലവിലെ അനാസ്ഥ തുടർന്നാൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാവും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇത് ഏറ്റവും സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്ന നിലയ്ക്ക് മരുന്ന് വിതരണം ഉണ്ടായില്ലെങ്കിൽ അത് എത്രത്തോളം വലിയ പ്രതിസന്ധിയിലേക്കാവും പോവുക? ശ്രീജ, വലിയ പ്രതിസന്ധിയാണ് രോഗികൾക്ക് ഇത് സൃഷ്ടിക്കുക. കാരണം ഏറ്റവും അധികം രോഗികൾ ആശ്രയിക്കുന്ന സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇവിടെ 2 തരത്തിലാണ് മരുന്ന് വിതരണം നടക്കുന്നത്. ഇൻപേഷ്യൻ്റ്, അതായത് കിടത്തി ചികിത്സയിലുള്ള രോഗികൾക്ക് സർക്കാർ സംവിധാനം വഴിയുള്ള മരുന്ന് വിതരണവും മറ്റ് ആശുപത്രിയിലെ രോഗികൾക്കടക്കം പുറത്തുനിന്നുള്ള ന്യായവില കടകൾ വഴിയുള്ള മരുന്ന് വിതരണവുമാണ് നടക്കുന്നത്. ഇതിൽ തന്നെ ഇൻപേഷ്യൻ്റ് വിഭാഗത്തിൽ പോലും ശസ്ത്രക്രിയകളോ മറ്റ് വിലയേറിയ മരുന്നുകളോ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും പുറത്തേക്ക് മരുന്ന് കുറിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആശുപത്രിക്കുള്ളിൽ തന്നെയുള്ള ന്യായവില മെഡിക്കൽ ഷോപ്പുകൾ വഴിയാണ് ഇത്തരം മരുന്നുകൾ ആളുകൾ വാങ്ങുന്നത്. പുറത്തെ സാധാരണ മെഡിക്കൽ ഷോപ്പുകളേക്കാൾ ഏതാണ്ട് 50% നിരക്ക് കുറവാണ് ഇത്തരം ന്യായവില മെഡിക്കൽ ഷോപ്പുകളിലുള്ളത്. ആ ന്യായവില മെഡിക്കൽ ഷോപ്പുകളിലേക്കുള്ള മരുന്ന് വിതരണമാണ് ഇന്നലെ മുതൽ മരുന്ന് കച്ചവടക്കാർ നിർത്തിവെച്ചിരിക്കുന്നത്. 90 കോടിയിലധികം രൂപയാണ് ഇവർക്ക് കുടിശ്ശികയായി നൽകാനുള്ളത്. കഴിഞ്ഞ 9 മാസത്തിലധികമായി ഇത്തരത്തിൽ കുടിശ്ശിക വിതരണം ചെയ്യുന്നുമില്ല. ആശുപത്രി സൂപ്രണ്ടിനടക്കം മരുന്ന് വിതരണക്കാർ നേരത്തെ നിവേദനം നൽകിയിരുന്നു. കുടിശ്ശിക തീർത്ത് നൽകിയില്ലെങ്കിൽ ഈ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം ആശുപത്രി സൂപ്രണ്ട് സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ല. നേരത്തെ 9 മാസം മുമ്പും സമാനമായ പ്രതിസന്ധി ഉണ്ടാവുകയും അന്ന് മരുന്ന് വിതരണം നിർത്തിവെക്കുകയും വലിയ പ്രതിഷേധത്തിലേക്ക് മറ്റുമൊക്കെ നീങ്ങുകയും ചെയ്തു. തുടർന്ന് അടിയന്തരമായി കുറച്ച് പണം അന്ന് അനുവദിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം പണം ഒരു തരത്തിലും അനുവദിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എല്ലാ മാസവും ബില്ല് കൊടുത്തില്ലെങ്കിൽ പോലും 3 മാസത്തിൽ ഒരിക്കലെങ്കിലും തങ്ങളുടെ കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യമാണ് മരുന്ന് വിതരണക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അക്കാര്യവും അംഗീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ മുതൽ ആശുപത്രിയിലേക്കുള്ള മരുന്നുകൾ നൽകുന്നില്ല. ഈ ന്യായവില ഷോപ്പുകളിലെ മരുന്ന് സ്റ്റോക്ക് ഒരുപക്ഷെ 1-2 ദിവസം കൂടി മാത്രമേ കാണുകയുള്ളൂ. അതിനുശേഷം പുറത്തുനിന്ന് മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളടക്കം കുറഞ്ഞ നിരക്കിലോ വാങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി അടക്കം ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ശബരിമല മകരവിളക്കിനൊരുങ്ങി. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മകരവിളക്ക് ഉത്സവത്തിനായി സന്നിധാനത്തെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. ശബരിമലയിൽ ഇന്നും നല്ല തിരക്ക് തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. പുലർച്ചെ മുതൽ തന്നെ നിരവധി ഭക്തർ സന്നിധാനത്തെത്തുന്നു, ദർശനം നടത്തുന്നു. ഇന്നലെ ഏതാണ്ട് 80,000 ഭക്തരാണ് ശബരിമല സന്നിധാനത്തെത്തിയത്. അതായത് മകരവിളക്ക് ദിവസത്തോടനുബന്ധിച്ച് ഈ എത്തുന്ന ഭക്തർ പലരും ഇവിടെ തമ്പടിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇന്ന് എരുമേലി പേട്ടതുള്ളൽ കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി മുതൽ അവിടെ പങ്കെടുത്ത പേട്ടതുള്ളലിൽ പങ്കെടുത്ത കൂടുതൽ ഭക്തർ കൂടി ശബരിമല സന്നിധാനത്തെത്തും. ഇവരെല്ലാവരും മകരവിളക്ക് ദർശനം കഴിഞ്ഞ ശേഷമായിരിക്കും മടങ്ങിപ്പോവുക എന്നതാണ് വിലയിരുത്തൽ. അതുകൊണ്ടുകൂടിയാണ് നാളെ മുതൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുമുള്ളത്. നാളെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് കാനനപാത വഴി, അതായത് കാനനപാത വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് എരുമേലി കാനനപാത വഴി പ്രവേശനം ഉള്ളത്. മറ്റന്നാൾ 60,000 പേർക്ക് മാത്രമാണ് ദർശനം ഉണ്ടാകുക. അതിനടുത്ത ദിവസം 50,000, മകരവിളക്ക് ദിവസം 40,000, മകരവിളക്ക് ദിവസം 1000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗും മറ്റും ഉള്ളത്. എന്തായാലും വലിയ തിരക്ക് തുടരുന്നു. ശബരിമല പൂർണ്ണമായും ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ക്രമീകരണങ്ങൾ, കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നുകൊണ്ട് മറ്റു കാര്യങ്ങൾ കൂടി നിയന്ത്രിക്കാൻ, അതായത് പുറത്ത് നിരന്തര പരിശോധന, സുരക്ഷാ പരിശോധന അടക്കം നടത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാചകം ചെയ്യുക, അവിടെ ഗ്യാസ് സിലിണ്ടറും മറ്റും കൊണ്ടുവരുന്നതെല്ലാം പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തീപിടുത്ത സാധ്യതകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം വരുത്തിക്കൊണ്ടാണ് തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലും വലിയ തിരക്ക് തുടരുകയാണ്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി.
ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രൻ മികച്ച വാർത്താവതാരകനുള്ള പുരസ്കാരവും, അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസ് മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എംപിമാർ, MLA മാർ, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അവാർഡ് ദാന ചടങ്ങ്. The memento to the winner, Sri Tom Kuryakos, the citation and the certificate to be given by Sri Shaji Ramapuram, Sharad, Harry and Viju, KLT Kundu. അപ്പോൾ 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിനോട് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ ചലനങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി എന്തൊക്കെ അർത്ഥങ്ങളാണ് അതിന് വായിച്ചെടുക്കേണ്ടത്, വിശദമായി തന്നെ ന്യൂസ് ട്രെൻഡ്സ് ചർച്ച ചെയ്യും ഇടവേളയ്ക്ക് ശേഷം. പത്തനംതിട്ടയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി 18കാരി. 13 വയസ്സ് മുതൽ 64 പേർ പീഡനത്തിനിരയാക്കിയെന്ന് പെൺകുട്ടി. CWCക്ക് ലഭിച്ച മൊഴി പത്തനംതിട്ട SP-ക്ക് കൈമാറി. 5 പേർ അറസ്റ്റിൽ. കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും അധ്യാപകരും സഹപാഠികളും. PV അൻവർ MLA ഇനി തൃണമൂൽ കോൺഗ്രസിൽ. കൊൽക്കത്തയിലെത്തിയ അൻവറിനെ TMC നേതാക്കൾ സ്വീകരിച്ചു. PV അൻവറിന് സ്വാഗതമെന്ന് TMC. ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചു. TMCയുടെ സംസ്ഥാന കോർഡിനേറ്റർ എന്ന ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് PV അൻവർ. നിയമതടസ്സമുള്ളതിനാൽ അംഗത്വം എടുത്തിട്ടില്ലെന്നും അൻവർ. കേരളത്തിൽ UDF-മായി സഹകരിച്ചു പോകാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നതെന്നും അൻവർ. TMC അംഗത്വം എടുത്താൽ PV അൻവറിന് MLA സ്ഥാനം നഷ്ടമാകും. സ്വതന്ത്ര MLA പാർട്ടിയുടെ ഭാഗമായാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും. പരാതി ലഭിച്ചാൽ സ്പീക്കർ പരിശോധിക്കും. പാർട്ടിയുടെ ഭാഗമായെന്ന് തെളിഞ്ഞാൽ നടപടി. തിരുവനന്തപുരത്ത് 2ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സ്കൂൾ ബസ് കയറി ദാരുണാന്ത്യം. അപകടം മടവൂരിൽ. മടവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ കൃഷ്ണേന്ദുവാണ്